പുതിയതായിട്ടുള്ള ക്രിപ്റ്റോ റിലേറ്റഡ് ന്യൂസും പുതിയ പ്രോജക്റ്റും പരിചയപ്പെടുത്തുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ മൂവ് ടു ഏൺ എന്ന് പറയുന്ന ട്രെൻഡാണ്. ക്രിപ്റ്റോയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉള്ള കോയിനകത്ത് ഡംപ് ആവാതിരിക്കുന്നത് ഈ ഒരു ട്രെൻഡിലോട്ടുള്ള കോയിൻസാണ് ഏറ്റവും കൂടുതൽ ഡംപ് ആവാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മൂവ് ടു ഏൺ എന്ന് പറയുന്ന കോയിൻസും ആ പ്രോജക്റ്റും നല്ല ഹൈപ്പും നല്ല ഫോമോയും ഇപ്പോൾ തന്നെയുണ്ട്. അങ്ങനെ ഉള്ള പ്രോജക്റ്റിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിസ്ക്കാണ്. ഇപ്പോൾ നേരത്തെ ഉള്ള പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിസ്ക്കാണ്. പക്ഷേ പുതിയ പ്രോജക്റ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ളൊരു പ്രോജക്റ്റാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. പ്രോജക്റ്റിൻ്റെ പേര് 5KM എന്ന് പറയുന്ന 5KM എന്നാണ് പ്രോജക്റ്റിൻ്റെ പേര്. അവരുടെ ആപ്ലിക്കേഷനെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. സ്നീക്കേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. സെയിം സ്റ്റെപ്പിൻ്റെ സെയിം ആണ്. അതേ സ്നീക്കേഴ്സ് നമ്മൾ വോക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ റൺ ചെയ്യുന്നു, ജോഗ് ചെയ്യുന്നു, അതിനനുസരിച്ച് നമുക്ക് കോയിൻസ് കിട്ടും. കോയിൻ യൂണിസ്വാപ്പിൽ മാത്രമേ ഇതിലായിട്ട് ലിസ്റ്റ് ആയിട്ടുള്ളൂ. ഇനി അവർ പറയുന്നത് പുതിയതായിട്ടുള്ള ലിസ്റ്റിങ് വരുന്നുണ്ട്, കുറേ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യും എന്നാണ് അവർ പറയുന്നത്. നമുക്ക് ആദ്യം അതിനെപ്പറ്റി ഒന്നറിയാം. ഇതാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. നമുക്ക് പോകുമ്പോൾ കാണാം, Web3 ലൈഫ് സ്റ്റൈൽ ആപ്പാണ്. iOSലും ആൻഡ്രോയിലും അവർ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ടൈപ്പാണ് ഷൂവ്, നല്ല പിക്സൽ ടൈപ്പാണ് ഷൂവ്. മറ്റേ സ്റ്റെപ്പിൻ്റെ അത്രയും ക്ലാരിറ്റി ഒരു ഇതില്ല, പക്ഷേ നമുക്ക് ഏതായാലും യൂസ് ചെയ്യാനുള്ള റോഡ് മാപ്പിൽ അവർ പറയുന്നത്, ആദ്യത്തെ റോഡ് മാപ്പിലെ അവർ പറഞ്ഞ മാർച്ചിലെ എല്ലാം കഴിഞ്ഞു. ആ പ്രോട്ടോടൈപ്പ് വെബ്സൈറ്റ് ലോഞ്ച് എല്ലാം കഴിഞ്ഞു. ഏപ്രിലിലെ KMT റിലീസ് എല്ലാം കഴിഞ്ഞായിരുന്നു. മെയിൽ വരുന്ന ഈവൻറ്റ് സിസ്റ്റം, ടാസ്ക് സിസ്റ്റം, IO റൺ ടോക്കൺ റിലീസൊക്കെ വരുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, സെയിം സ്റ്റെപ്പിൻ്റെ സെയിം തന്നെയാണ്. ഡിഫറൻസ് ലോ കോസ്റ്റ് ആണെന്ന് അവർ പറയുന്നത്. പക്ഷേ ഇത് എത്തീരിയത്തിലാണ് ബിൽഡ് ചെയ്തേക്കുന്നത്. എത്തീരിയത്തിൽ നിങ്ങൾക്കറിയാം, എത്തീരിയത്തിൽ ട്രാൻസാക്ഷൻ ഫീ തന്നെ നല്ല കൂടുതലാണ്. പക്ഷേ നമുക്കതിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അവർ കുറേ ഗിവേഴ്സ് ഒക്കെ നടത്തുന്നുണ്ട്. അതുവഴി നമുക്ക് ഫ്രീ ആയിട്ട് NFT കിട്ടും. വൈറ്റ് ലിസ്റ്റൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതിനെപ്പറ്റി ഞാൻ പിന്നെ പറയാം. അവരിപ്പോൾ എത്തീരിയത്തിനകത്താണ് ബിൽഡ് ചെയ്തേക്കുന്നത്. പക്ഷേ BNBയിലോട്ട് സൂണ് വരുമെന്നാണ്. ജൂണിൽ BNBയിലോട്ട് അവർ മൈഗ്രേറ്റ് ചെയ്യുമെന്നും പറയുന്നുണ്ട്. അതോ അങ്ങനെയാണ് അവർ പറഞ്ഞത്. പിന്നെ അവരുടെ NFT നമുക്ക് ഓപ്പൺ സീയിൽ മേടിക്കാൻ കിട്ടും. ഇത് വളരെയധികം നല്ല ഹൈപ്പ് ഇപ്പോൾ ക്രിയേറ്റ് ആയി വരുന്നുണ്ട്. കാരണം ഞാനിത് നോക്കിയ സമയത്ത് ആദ്യം ഫ്ലോർ പ്രൈസ് എന്ന് പറയുന്നത് 0.02 ഇത്തായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് നോക്കുന്നത് 0.78. ഏകദേശം നല്ല ലോയി മേടിച്ചവർക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ട്. ആക്ടിവിറ്റീസ് നല്ല ഇതുണ്ട്. 0.15 മേടിച്ചിട്ട് 0.85 ലിസ്റ്റ് ചെയ്തേക്കുന്നു. ആക്ടിവിറ്റീസ് നോക്കുമ്പോൾ ആക്ടിവിറ്റീസിൽ 4 മിനിറ്റ് നല്ല 4 മിനിറ്റിനുള്ളിൽ പോയിട്ടുണ്ട്. 4 മിനിറ്റ് മുമ്പ് 5 മിനിറ്റ് മുമ്പ് സെല്ലൊക്കെ ആയിട്ടുണ്ട്. നല്ല ഇതാണ്. കോയിൻ മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ കോയിൻ. KMT എന്നാണ് അവരുടെ കോയിന്. ഇപ്പം തന്നെ 27% അപ്പി നിൽക്കുകയാണ്. ചെറിയ ഡംപ് ഉണ്ടായിരുന്നു. ഞാൻ നോക്കാൻ നേരത്തെ ഏകദേശം 0.2 വരെ പോയിട്ട് തിരിച്ചിറങ്ങിയതാണ്. ബിറ്റ്കോയിൻ്റെ ഡംപ് കാരണമാണ്. നമ്മളിപ്പോൾ തുടക്കമാണ്. നോട്ട് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. ഒരിടത്തും യൂണിസ്വാപ്പിൽ മാത്രമേ ലിസ്റ്റ് ചെയ്തിട്ടുള്ളെന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. പുതിയ എക്സ്ചേഞ്ചിലോട്ട് അവർ ട്വിറ്ററിനകത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുതിയ എക്സ്ചേഞ്ച് ലിസ്റ്റിംഗ് ഉടനെ തന്നെ കാണും എന്നാണ് അവർ പറഞ്ഞത്. യൂണിസ്വാപ്പിൽ മാത്രമേ ഉള്ളൂ. ഇപ്പം എത്തീരിയത്തിനകത്താണ് ബിൽഡ് ചെയ്തേക്കുന്നത്.
ഇനി അവരുടെ ട്വിറ്റർ പേജിൽ പോയി കഴിയാൻ നേരത്ത് കുറേ ഗീവേഴ്സ് നടത്തുന്നുണ്ട്. ട്വിറ്ററിലാണെങ്കിലും ഡിസ്കോഡിലാണെങ്കിലും കുറേ ഗീവേഴ്സ് നടത്തുന്നുണ്ട്. നമുക്ക് പങ്കെടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ നോക്കാൻ നേരത്ത് ഈ 400 വിന്നേഴ്സുള്ള ഗീവ് ഞാൻ അതിൻ്റെ അകത്ത് വിന്നറായിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം ഇപ്പം തന്നെ കുറേ അനൗൺസ്മെൻ്റ് ഒക്കെ നടത്തി ഇട്ടുണ്ട്. പറയാം, വളരെ ആക്റ്റീവാണ് ഗ്രൂപ്പ്, വളരെ ആക്റ്റീവാണ്. നമുക്ക് ഫ്രീ ആയിട്ട് അവരുടെ ആപ്ലിക്കേഷൻ നമുക്ക് ഉപയോഗിച്ച് NFT ഇല്ലാതെ തന്നെ നമുക്ക് വോക്ക് ചെയ്ത് നമുക്ക് കോയിൻ ഉണ്ടാക്കാം. ഒരു വോക്കിൽ 10 KMT കിട്ടത്തുള്ളൂ, ലിമിറ്റഡ് ആണ്. സ്നീക്കേഴ്സ് ഉള്ളവർക്ക് പെർ ഡേ 5000 KMT കിട്ടുമെന്നാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. വളരെ ഇതാണ്. വൈറ്റ് ലിസ്റ്റ് കുറേ ഒരു ഗീവ് നടത്തുന്നുണ്ട്. 400 വൈറ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ മിൻറ്റിങ് ഉടനെ കാണുമെന്നാണ് പറയുന്നത്. നാളെയോ മറ്റന്നാളെയോ അല്ലെങ്കിൽ ഈ ആഴ്ച മിൻറ്റിങ് ഉണ്ടെന്നാണ് പറയുന്നത്. കുറേ മിൻറ്റിങ് ഘട്ടം ഘട്ടമായിട്ട് മിൻറ്റിങ് നടത്തുമെന്നാണ് അവർ പറയുന്നത്. ഫ്രീ ആയിട്ട് 50 പേർക്ക് ഫ്രീ ആയിട്ട് KMT NFT കൊടുത്തായിരുന്നു. കുറേ അവർ നടത്തുന്നുണ്ട്. നമുക്ക് എത്തിരിയും നമുക്ക് ഒന്നാമത് ട്രാൻസാക്ഷൻ ഫീ ഇത് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറയുന്നത് ഒന്നെങ്കിൽ നമുക്ക് ഈ ഗീവേഴ്സിനകത്തെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കുറേ ഒരു NFT നമുക്ക് വിന്നറാവുക എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഏകദേശം $150 ആവുമെന്ന് തോന്നുന്നു മിൻറ്റ് ചെയ്യാൻ. അതുള്ളവർക്ക് മിൻറ്റ് ചെയ്യാം. പക്ഷേ ഗീവേയിൽ പങ്കെടുത്ത് നമുക്ക് ജയിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ ആക്റ്റീവാണ്. ഗ്രൂപ്പൊക്കെ വളരെ ഇതാണ്. ചറപറ മെസ്സേജൊക്കെ ഉണ്ട്. നമ്മൾ ഇവരുടെ ഡിസ്കോഡിനകത്ത് കയറി ചോദിക്കുമ്പോഴത്തേനെ നമുക്ക് കോഡ് തരും. കോഡ് തന്നു കഴിയാൻ നേരത്ത് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് സ്നീക്കേഴ്സ് ഇല്ലാതെ തന്നെ നമുക്ക് നടന്ന് 10 KMT വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 10 KMT എന്ന് പറയുമ്പോഴത്തേനെ ഏകദേശം $1 ആയി. ഇനി അവരുടെ ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്താം. ആപ്ലിക്കേഷനത് ഇപ്പോൾ എനിക്ക് സ്നീക്കേഴ്സ് മേടിച്ചിട്ടില്ല. പക്ഷേ ഞാൻ 2 ദിവസം കൊണ്ട് തന്നെ 10 KMT 40 KMT എനിക്ക് കിട്ടി. ഞാൻ ജസ്റ്റ് 0.7 1 കിലോമീറ്റർ പോലും ഇല്ല, ചുമ്മാ നടന്ന് നോക്കിയതാ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ കിട്ടി. മാർക്കറ്റ് ലോഞ്ച് ഇല്ല, കമ്മിങ് സൂൺ എന്നാണ് ഞാൻ കമ്മിങ് സൂൺ ആണ്. നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടൊന്നും വരുന്നില്ല, ഉടനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. പിന്നെ അവരുടെ ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇവിടെയും ചോദിച്ചാൽ മതി. നമ്മൾ ആക്ടിവേഷൻ കോഡ് ചോദിക്കുമ്പോഴത്തേനെ താഴെ ആക്ടിവേഷൻ കോഡ് തരും. ഫ്രീ ആയിട്ട് KMT ജസ്റ്റ് ഒന്ന് നമുക്ക് ക്ലെയിം ചെയ്ത് വയ്ക്കാം. അതിനുവേണ്ടി വയ്ക്കാം. നല്ല പ്രോജക്റ്റ്. നിങ്ങൾ എന്തൊക്കെയായാലും നിങ്ങളുടെ റിസർച്ചിൽ വേണം നിങ്ങൾ ഇതിൻ്റെ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ. അത്രയേ ഉള്ളൂ.